ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമർ വണ്ടിയുടെ ബാറ്ററി കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ 5 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. 2023 മോഡൽ ബാറ്ററിയാണ്. അപ്പോൾ വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. പക്ഷേ നമ്മൾ ബാറ്ററി വാറണ്ടിയിൽ വേണ്ടി നമ്മളൊന്ന് ചാർജ് ചെയ്തതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിപ്പോർട്ടുണ്ട് കാണിക്കണേ. കാരണം നമ്മൾ ബാറ്ററി ഓൾറെഡി കംപ്ലൈൻ്റ് ആണെങ്കിൽ വാറണ്ടിക്ക് വിട്ടാലാണ് നമുക്കത് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ അതേപോലെ തന്നെ തിരിച്ചു വരുന്നത്. അപ്പോൾ ഞാനത് ബാറ്ററി ഒന്ന് അയച്ച് ഫുൾ ചാർജ് ചെയ്തു. ഫുൾ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12.97 ആ റേഞ്ചിൽ വരെ ചാർജ് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നിലവിൽ ബാറ്ററി ക്ലിയർ ആണെങ്കിൽ, അതായത് നല്ല ബാറ്ററി ആണെങ്കിൽ ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഈ പച്ച ലൈറ്റാണ് തെളിയുക. ഇനി നേരെ മറിച്ച് ബാറ്ററി ചാർജ് കുറവായിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ ലോ എന്നുള്ളൊരു കണ്ടീഷനിൽ വന്നിട്ട് ഓറഞ്ച് ലൈറ്റ് തെളിയും. അതേപോലെ തന്നെ ബാറ്ററി ഡെഡാണ്. ബാറ്ററി ഇപ്പോൾ വാറണ്ടിക്ക് വിടേണ്ട ഒരു സിറ്റുവേഷനാണ്. കംപ്ലൈൻ്റ് ആണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് ലൈറ്റാണ് ശരിക്കും തെളിയേണ്ടത്. അതാണ് ശരിക്കും അതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന കിട്ടുന്ന വാല്യൂസ് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ബാറ്ററി ഇപ്പോൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അതിനകത്ത് കാണിക്കുന്നത് ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന ബാറ്ററി ഓൾറെഡി നമ്മൾ വാറണ്ടിയിലേക്ക് വിട്ടാലും നിലവിൽ അവിടെ അക്സെപ്റ്റബിൾ അല്ല. അവരത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യും, അതേപോലെ തന്നെ തിരിച്ചിങ്ങടേക്ക് വിടും കേട്ടോ. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് അല്ല, വേറെ ഏതെങ്കിലും വണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ എന്തെങ്കിലും പ്രശ്നം, അതായത് ഉപയോഗിക്കാതിരിക്കുകയോ ഇനി അതല്ലെങ്കിൽ നിലവിലിപ്പോൾ വണ്ടിമേന്ന് കയറുന്ന ചാർജിൻ്റെ അളവും കൂടി നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഇതിനകത്ത് ഇടാം. കാരണം വണ്ടിമേന്ന് ചാർജ് കയറുന്നതിൽ അളവിൽ കുറവുണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള ബാറ്ററി ഡിസ്ചാർജ് ആവും. ശരിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ വണ്ടിമേന്ന് നമുക്ക് 14.5 വോൾട്ട് വരെ അതിനകത്തേക്ക് വരണം. 14.5 വോൾട്ട് കയറണം അതിനകത്ത് കേട്ടോ. അതാണ് ശരിക്കും അതിൻ്റെ ബാറ്ററി ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട വോൾട്ട്. ഞാനപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഈ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ നിലവിൽ ബാറ്ററി ചാർജ് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കയറുന്ന അളവുണ്ടായി കാണുന്നത് 13.5 വോൾട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. റേസിങ് ആവുന്ന സമയത്ത് കയറി വന്നിട്ടുണ്ട് അതിനകത്ത്. ബാറ്ററി വണ്ടിമേന്ന് കയറുന്ന ചാർജിൻ്റെ അളവൊക്കെ കറക്റ്റാണ്.